ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും അടുത്തൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് എന്താണെന്ന് ചോദിച്ചാൽ കരിയർ റീഡിംഗ് ആണ്. ഓക്കെ, 2025 നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? നമ്മുടെ കരിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, വീട്ടിലെ ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ഞാനത് 3 പൈൽസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. ദിസ് ഇസ് പൈൽ 1, പൈൽ 2, പൈൽ 3. ഓക്കെ, ഇത് കൺഫ്യൂഷനാണ്, ലൈക്ക് എങ്ങനെ ഇതിന് ചൂസ് ചെയ്യും എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ 3 കളറിൽ സ്റ്റോൺ വയ്ക്കാം. ദിസ് ഇസ് യെല്ലോ കളർ സ്റ്റോൺ ഫോർ പൈൽ 1, ഗ്രീൻ ഫോർ പൈൽ 2, ബ്ലൂ ഫോർ പൈൽ 3. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള റീഡിങ് കാണണമെങ്കിൽ കാണാം, ഓഫ് കോഴ്സ്. ഓക്കെ, സോ നമുക്കിനി പൈൽ 1 നോക്കാം. പൈൽ 1ൻ്റെ കരിയർ എങ്ങനെയായിരിക്കും 2025? ഓൾറൈറ്റ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് സിട്രീനാണ്. ഓക്കെ, സിട്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രയുടെ സ്റ്റോൺ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണെങ്കിലും കരിയർ വൈസ് 2025 ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു. നമ്മൾ കരിയറിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആവുന്നു. ഓക്കെ, നമ്മുടെ കരിയർ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും ഡെഫിനറ്റ്ലി 2025 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കാർഡ് നോക്കാം. ചാരിയറ്റ് കാർഡ്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ സക്സസ്. ഓക്കെ, സക്സസിനെ കാണിക്കുന്ന കാർഡാണ്. പ്ലസ് കരിയർ വൈസ് സക്സസ്ഫുൾ ആയിട്ടുള്ള വർഷമായിരിക്കും. ട്രാവൽ, കരിയർ റിലേറ്റഡ് ആയിട്ട് ട്രാവൽ ഉണ്ടാകുന്നൊരു വർഷമായിരിക്കും. ഓക്കെ, പല ടൈപ്പ് ഷോർട്ട് ട്രാവൽ ആവാം, ഇല്ലെങ്കിൽ ലോങ് ട്രാവൽ ആവാം. ചില ആൾക്കാർ പോയി പുറത്ത് വിദേശത്ത്, ഈ പൈൽ കണ്ടുകൊണ്ടിരിക്കും പൈൽ 1ൻ്റെ ആൾക്കാർ വിദേശത്ത് പോയി സെറ്റിൽ ആവാനുള്ള ചാൻസസും ഞാൻ ഈ കാർഡ്സിനകത്ത് കാണുന്നു. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് ഫർദർ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് 2025 നമ്മുടെ പൈൽ 1കാരുടെ കരിയർ എങ്ങനെയായിരിക്കും, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആദ്യം വന്ന് കിങ് ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണ്. കോൺഫിഡൻസ് എന്തായിരുന്നാലും ഉണ്ടാവും, കാരണം നമുക്ക് കിട്ടിയ ക്രിസ്റ്റൽ എന്ന സിട്രീനാണ്. കിങ് ഓഫ് കോയിൻസ്, ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഫിനാൻസ് പരമായിട്ട് ഈ വർഷം വളരെ നല്ലൊരു വർഷമായിരിക്കും 2025. ഓക്കെ, പിന്നെ ഇതെല്ലാം ഉണ്ടാകുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും നന്നായി വന്നാലും നമുക്കൊരു ഡൗട്ടാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ടെൻഷൻസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. കാരണം എനിക്ക് ഒരിക്കലും ഈ കാർഡ് സോട്ട്സിൻ്റെ കാർഡാണ്. അപ്പം നമ്മുടെ മൈൻഡ് എനർജി ഉണ്ട്, പ്ലസ് നമ്മുടെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി തരുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 5 സോട്ട്സ്. ബട്ട് എന്നിരുന്നാലും എനിക്ക് ഇവിടുത്തെ എനർജി വൈസ് പറയുകയാണെങ്കിൽ നല്ലൊരു വർഷമാണ് കരിയർ വൈസ്. ഓക്കെ, കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി അതിനൊരു ഓപ്പണിങ് വരുന്നുണ്ട്. കരിയർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള മാത്രമല്ല, അനാലിസിസ് നടത്തുന്നൊരു വർഷമായിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കരിയർ, ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന കരിയർ എനിക്കുള്ളതാണോ, അതോ ഞാനിത് ചേഞ്ച് ചെയ്യണോ? കരിയർ കംപ്ലീറ്റ്, ചിലർക്ക് ഈ പറഞ്ഞ പൈൽ 1കാർക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ലൈക്ക് ഈ കഴിഞ്ഞ 2024 ചെയ്തിരുന്ന ജോബോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല 2025 എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഹ്യൂജ് എന്താ പറയുക, ജമ്പ്, ക്വാണ്ടം ജമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ ഉള്ള എനർജിയും ഡെഫിനറ്റ്ലി ഈ കാർഡ്സിനകത്തുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ കരിയറിൽ നമുക്ക് വേറെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി ചാലഞ്ചസ് നമ്മുടെ ഇവിടെ 5 സോർട്സിൻ്റെ കാർഡ് വൈസ് പറയുകയാണെങ്കിൽ മൈൻഡ് നമ്മുടെ
വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തന്നെ എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വേറെ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് പ്രൊട്ടക്ഷൻ? ഓക്കെ, ഒരു ഡൗട്ടുണ്ട്, കംപ്ലീറ്റ് കരിയർ ചേഞ്ച് ചെയ്യാൻ ഡൗട്ടുള്ള ആളുകൾക്ക് ഡൗട്ട് വേണ്ട. കംപ്ലീറ്റ് കരിയർ ചേഞ്ചിന് 100% പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡിവൈൻ ഗൈഡഡ് ആയിരിക്കും നിങ്ങളുടെ കരിയർ ചേഞ്ച്. ടെൻഷൻ ആവണ്ട. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് നിന്ന് മാറുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ലൈക്ക് അത് സക്സസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്ത കരിയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ഓൾറെഡി ജോബിലിരിക്കുന്നത്. ചെയ്താൽ സക്സസ്ഫുൾ ആവുമോ, ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. പ്രൊട്ടക്ഷൻ ഉണ്ട്. 100% യു ആർ പ്രൊട്ടക്റ്റഡ് എന്നുള്ളതിൻ്റെ ഒരു കാർഡാണ്. സ്റ്റിൽനെസ്സിൻ്റെ കാർഡ് തന്നെയാണ് ഹെർമിറ്റിൻ്റെ കാർഡ്. ഓക്കെ, ഹെർമിറ്റിൻ്റെ കാർഡിൻ്റെ ഒരു വേറൊരു കാർഡാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിൽനെസ്. അപ്പം നമ്മൾ ഒരു അനാലിസിസ് നടത്തും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ആ ഒരു അനാലിസിസ് നടത്തുന്ന കരിയർ ചേഞ്ച് വേണോ, കരിയറിൽ ചേഞ്ച് ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യുന്ന കരിയറിൽ എനിക്ക് സക്സസ് ആണോ, അതോ ഞാനിതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, പുതിയ കരിയറിലോട്ട് മാറണോ, അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസ് എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വർഷമായിരിക്കും. ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എടുത്തത്. ഡെഫിനറ്റ്ലി എടുക്കുന്ന ഡിസിഷൻ വൈസ് നിങ്ങൾക്ക് ആ ഒരു ഇന്നർ പീസ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതിലൂടെ നമുക്ക് ആ ഒരു മനസ്സിനൊരു സന്തോഷവും അതിൻ്റെ ഒരു സമാധാനവും ഒക്കെ ഉണ്ടാവും. ഒരു റെവലേഷൻ ഉണ്ടാവും. ട്രൂത്തിൻ്റെ കാർഡ് വെച്ചിട്ട് നമ്മുടെ കരിയർ വൈസ് നമുക്കൊരു റെവലേറ്റിംഗ് ആയിട്ടുള്ളൊരു പീരീഡ് തന്നെ ആയിരിക്കും. അതുപോലെ നമ്മൾ എന്ത് ചേഞ്ച് ആണെങ്കിലും അത് എംപ്രൈസ് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, പിന്നെ എല്ലാത്തിലും എനിക്കൊരു ഭയങ്കര ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡിവൈൻ കണക്ഷൻ കരിയർ വൈസ് ഈ വർഷം 2025 ഉണ്ടാവും. കരിയറിൽ ഒരുപാട് ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നൊരു വർഷമായിരിക്കും. എന്നുവെച്ചാൽ ബ്രേക്ക് ത്രൂ, നമ്മൾ കരിയർ ചേഞ്ച് ഒരു ബ്രേക്ക് ത്രൂ ആണ്. അല്ല, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാതിരിക്കവേ നമുക്കൊരു ഓപ്പണിംഗ് വരുന്നു. നമ്മൾ ചേഞ്ചിനെ കുറിച്ചൊരു ജോബ് ചേഞ്ചിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബിലേക്ക് മാറുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക റിലേറ്റഡ് ജോബാവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, നമുക്ക് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, 2024 നമുക്ക് നമ്മുടെ ബോസിനോടോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഈ വർഷം 2025 കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് ഡെഫിനറ്റ്ലി. കാരണം ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ പലർക്കും ഞാൻ ഈ കരിയർ ചേഞ്ച് പൈൽ 1 കാണുന്നുണ്ട്. പൈൽ 1 ആരൊക്കെയാണെങ്കിലും ഒരു കരിയർ ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ലൈക്ക് ഒരു കരിയർ ചേഞ്ച് വരികയോ അല്ലെങ്കിൽ ഒരു പുതിയ കരിയറിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പുതിയൊരു ജോബ് ചേഞ്ച് വരികയോ ഒക്കെ ചെയ്തിരുന്നാലും നിങ്ങളുടെ ഭാഗത്ത് ലക്കുണ്ട്. 2025 കരിയർ വൈസ് വളരെ നല്ല വർഷമാണ്. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ആയിരിക്കും ജോബ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് വേണ്ടത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ടാകും. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ടുള്ള ടൈം എടുക്കും. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതെനിക്ക് എല്ലായിടത്തും ഒരുമിച്ച് പറയാനുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ജോബിൽ ഇരുന്ന് അവിടെ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ആകി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ആ ഒരു എനർജിയിൽ നിന്ന് മാറി നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് എന്താണോ നമുക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം ചേഞ്ചസ് ഉണ്ട്, ചേഞ്ചസും ചാലഞ്ചസും ഒക്കെ ഉള്ളൊരു വർഷമാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ 2025 കരിയറിൽ. പക്ഷേ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത്, കാരണം ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള എനർജീസ് നിങ്ങൾക്കുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ സോളാർ പ്ലെക്സസ് ചക്ര വളരെ വളരെ എന്താ പറയുക ബാലൻസ്ഡായി നമുക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും അതെടുക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2025. All right. Any other further message regarding എന്തെങ്കിലും further message ഉണ്ടോ അവരുടെ കരിയർ റിലേറ്റഡ്?
കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ട് 2025 കരിയർ റിലേറ്റഡ്. ഓക്കെ. Precious time. The fairy of time wants you to experience every moment fully and to make the most of your precious time. Be mindful not to waste others' time either. Okay. ടൈമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടൈമിൻ്റെ കാര്യം. അതായത് ഈ കാർഡ് വരുമ്പോൾ നമ്മളിപ്പം ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും, ഓക്കെ, ഒരു കരിയർ ചേഞ്ച് ആണെങ്കിലും എന്ത് ഡിസിഷൻ എടുക്കുന്നെങ്കിലും ടൈം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ടൈം ആയാലും മറ്റുള്ളവരുടെ ടൈം ആയാലും. ഇപ്പം നമ്മളൊരു കരിയറിൽ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെച്ച് ഡിലേ ചെയ്യിക്കരുത്. അതിന് വേണ്ടുന്ന എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, മൂവ് ഫോർവേഡ് ചെയ്തിട്ട് നമ്മളത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നു, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലൂടെ നമുക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ഒരു ചേഞ്ച് വരുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ വേറെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ എല്ലാവരുടെയും ടൈമിന് അത്രയും തന്നെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി മൂവ് ഫോർവേഡ് ചെയ്യുക. ഓക്കെ, ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുക. കാരണം ഇതിനകത്ത് മെജോറിറ്റി എനർജീസും എനിക്ക് ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ പറഞ്ഞ കരിയർ വൈസ് ഒരുപാട് ചേഞ്ചസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർഷമാണ് 2025. അപ്പം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട്, പലതും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു വർഷമാണ് 2025. ഓക്കെ, വേറെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് കാണുന്നില്ല. ഓഫ് കോഴ്സ് നമ്മളൊരു ജോബ് ചേഞ്ച് വരുമ്പോൾ ഒരു ചലഞ്ച് വരും. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച് പൈൽ 1 ഫോർ കണക്റ്റിംഗ്. ഐ ഹോപ്പ് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും. റെസൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി അടുത്ത റീഡിയിൽ കേട്ടുമുട്ടാം. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി പൈൽ 2 ആണ്. ഓക്കെ, പൈൽ 2 വിത്ത് ദ ക്രിസ്റ്റൽ, ഗ്രീൻ അവഞ്ചറിനാണ്, ഹാർട്ട് ചക്ര. എനിക്കറിയില്ല ഇതിനകത്ത് എത്ര പേര് ഹീലേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഈ ഗ്രൂപ്പിൽ എനിക്ക് ഹീലിംഗ് എനർജി വളരെ വളരെ കൂടുതലായിട്ട് തോന്നുന്ന ഒരു ഗ്രൂപ്പാണ് പൈൽ 2. അത്യാവശ്യം ഹീലേഴ്സ് ഉണ്ട്. ഓക്കെ, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാരോ റീഡേഴ്സ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഉള്ള പൈൽ 2. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കരിയർ റിലേറ്റഡ് എന്നതിന് വീൽ ഓഫ് ഫോർച്യൂൺ ഈസ് ടേണിംഗ് ഇൻ യുവർ ഫേവർ. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്കറിയില്ല, കളക്റ്റീവ് ലെവലിൽ എനിക്ക് എനർജീസൊക്കെ ഒരുപോലെയാണ് കിട്ടുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിരുന്നു കരിയർ വൈസ് എങ്കിൽ ഈ വർഷം അതല്ല. ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസും ഒരുപാട് ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. അത് മാത്രമല്ല പല പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2025. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ നമ്മുടെ ഫേവറായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ കാർഡ്സിനകത്ത് കാണുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി ഫർദർ എന്ത് മെസ്സേജാണെന്ന് നോക്കാം. നെക്സ്റ്റ് കാർഡ് ഇസ് 3 ഓഫ് കോയിൻസ്. ബിസിനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്യണം, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, അങ്ങനെയുള്ള എനർജി. ക്ലാരിറ്റി റിഗാർഡിങ് എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി. 8 ഓഫ് കപ്സ്, വാക്കിംഗ് അവേ, ആൻഡ് 5 ഓഫ് വാണ്ട്സ്, കോമ്പറ്റീഷൻ. ബോട്ടം ഓഫ് ദ ഡെക്കിൻ്റെ എനർജി 2 ഓഫ് കപ്സ് ആണ്, ഓപ്ഷൻസ്. ഓക്കെ, അതായത് കരിയർ വൈസ് ഒന്നും പറയാനില്ല. കരിയർ വൈസ് നല്ലൊരു വർഷം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ എന്ത് സ്റ്റെപ്പ് എടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2025. ക്ലാരിറ്റി, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ കരിയറിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനോ എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊക്കെ പ്രാവശ്യം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കോമ്പറ്റീഷൻ. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ. അല്ല, നിങ്ങളൊരു ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന വർഷമാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷനിലൂടെ കടന്നു പോകുന്ന ഒരു വർഷമായിരിക്കും കരിയർ വൈസ് പറയുകയാണെങ്കിൽ. ഇൻ്റർവ്യൂസിലും അതുപോലെ തന്നെ കൊളീഗ്സുമായിട്ടുള്ള
ആയിട്ടുള്ളതിലും ഒക്കെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന വർഷമായിരിക്കും 2025. പർട്ടിക്കുലർലി ചില ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ജോബിൽ നിന്ന് വോക്കവേ ചെയ്ത് പോകുന്നു. ചെറിയ വോക്കവേ അല്ല, കംപ്ലീറ്റ് വോക്കവേ ആണ്. വേണ്ട, ഇനി ആ ഒരു ജോബിൽ തുടരാൻ ആഗ്രഹമില്ല, കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് പോവുക എന്നൊക്കെ പറയില്ലേ. നേരത്തെ അതിനകത്താണ് കരിയർ ചേഞ്ച് വന്നെങ്കിലും ഇവിടെയും ആ ഒരു കരിയർ ചേഞ്ചിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, ചില ആൾക്കാർ കരിയർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേഞ്ച് ചെയ്യാം. ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി വരുന്നു, മെൻ്റൽ സ്റ്റെബിലിറ്റി വരുന്നു, കരിയർ എന്താ ചെയ്യണം. അതുപോലെ തന്നെ 2 ഓഫേഴ്സ് വരുന്ന ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. 2 കമ്പനീസിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, 2 അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. 2 നമുക്ക് ഓഫർ വരുന്നു. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാവും. ഉണ്ടായാൽ പോലും അവിടെയും മെൻ്റൽ ക്ലാരിറ്റി വരും. ലൈക്ക് എന്ത് ചൂസ് ചെയ്യണം, ഏത് കമ്പനി പോയാൽ എനിക്ക് ബെറ്റർ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് വൈസ് പറയാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധേഡാവണ്ട. എന്തായാലും നല്ലൊരു വർഷമാണ് ലൈക്ക് കരിയർ വൈസ് പറയുകയാണെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്, ഓഫ് കോഴ്സ് ചലഞ്ചസ് ഉണ്ട്. കാരണം ഈ 5 wandsൻ്റെ കാർഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ പോലെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ സൂപ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ രീതിയിലും പോകുമ്പം നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ചലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യും. പക്ഷെ ആ ഫേസ് ചെയ്താൽ പോലും അവിടെയും ഒരു സക്സസ് അല്ലെങ്കിൽ ഗുഡ് ലക്ക് മാനിഫെസ്റ്റായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. പിന്നെ പ്രൊട്ടക്ഷൻ, കാരണം എനിക്ക് ഈസ് ഓഫ് സോർട്സ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു കാർഡായിട്ടല്ല, എനിക്ക് എപ്പോഴും ഒരു ആർക്കേഞ്ചൽ മൈക്കിൾ പ്രസൻസ് ആണ്. എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷനാണ്. ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ഷൻ ഈസ് ഓൾവേസ് വിത്ത് യു എന്നുള്ളത്. റൈറ്റ്, പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ, bring love into the situation, a win-win outcome is forecast, energy is gaining momentum, and adjustments are required. അല്ലേ, ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഒരുപോലത്തെ കാർഡ്സൊക്കെ തന്നെയാണ് കേട്ടോ. പൈൽ 1ഉം 2ഉം ഒക്കെ കിട്ടിയിരിക്കുന്നത്. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ്, എനിക്കറിയില്ല പേഴ്സണൽ ഇഷ്യൂസിനേക്കാൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല ലൈക്ക് എന്താ വേണ്ടുന്നത്, അടുത്തെന്ത് കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഇതുവഴി ചെയ്യണം, ഓൺലൈൻ ചെയ്യണോ ഓഫ്ലൈൻ ചെയ്യണോ, അല്ലെങ്കിൽ അത് ആഡ് ഓൺ ചെയ്ത് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നത് എങ്ങനെ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഒരു ആൻസർ കിട്ടുന്ന ഒരു വർഷമായിരിക്കും. പിന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത് നല്ലൊരു വർഷമാണ്. സ്റ്റാർട്ട് ചെയ്യാം. വിൻ ഔട്ട്കമാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എനർജി നമുക്കറിയാം. നമ്മൾ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്നും എന്താ പറയുക, റിയാലിറ്റിയിലൊന്നും വരുന്നില്ല. ഓക്കെ, നമ്മുടെ റിയാലിറ്റിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണുന്നില്ല, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ ഈ കാർഡ്സിൽ ഒരു കൺഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല ഇതിനെന്താ അൾട്ടിമേറ്റ് വരാൻ പോകുന്നതെന്ന്. ബട്ട് എന്നിരുന്നാലും പോസിറ്റീവായിരിക്കും. ഓക്കെ, കാരണം എനർജി ഗെയിനിങ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി വരുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും നടക്കുന്നില്ല, എൻ്റെ ലൈഫിൽ മാത്രം ഈ സ്റ്റക്നെസ് ഉണ്ട്, ഞാൻ എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് റിസൾട്ട് ഉണ്ടാകുന്നില്ല, ഫൈനൽ റിസൾട്ട് വരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് എന്നിരുന്നാലും പോസിറ്റീവായിരിക്കും. ഓക്കെ, ഒരുപാട് ചേഞ്ചസും അതുപോലെ തന്നെ ആ ചേഞ്ചസിലൂടെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ വേണ്ടി വരുന്നൊരു വർഷമായിരിക്കും 2025 റിഗാർഡിങ് കരിയർ. പൈൽ 2 അത്യാവശ്യം കോമ്പറ്റീഷൻസ് ഉണ്ടാവും. കരിയർ അല്ലേ, അപ്പം നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. ആ ഒരു കോമ്പറ്റീഷൻ വളരെ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്ക് അറിയേണ്ടത് എന്തെങ്കിലും ചാലഞ്ചസ് പൈൽ 2-ന് 2025 ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച് അല്ലേന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി ചാലഞ്ചാണെന്ന് പറയും. കാരണം ഈ പറഞ്ഞ പോലെ
എന്താണ് ചേഞ്ചസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ ചേഞ്ചസ് വരുന്നതും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാനും അതിൻ്റെ ഫർദർ മനസ്സിലാക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇവിടുത്തെ കേസിൽ ട്രാൻസ്ഫോർമേഷനാണ്, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന, കരിയറിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ജോബിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു വർഷമായിരിക്കും 2025 ഫോർ പൈൽ ടൂസ്. ഫ്ലെക്സിബിലിറ്റി, കാരണം അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചില സമയത്ത് കുറച്ചുകൂടി എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു വർഷമായിരിക്കും ഈ പറഞ്ഞ പോലെ 2025. പിന്നെ വിസ്റ്റം. ഓക്കെ, ഞാൻ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യണോ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ അതിൻ്റെ ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ചെയ്യണം, ചെയ്യുന്നത് പോസിറ്റീവായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും കോഴ്സ് ചെന്ന് ചാടിക്കയറി ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചെയ്ത ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരായിട്ടോ ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യുക. ഓക്കെ, കാരണം വിസ്റ്റം ഗെയിൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും 2025 ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന കോഴ്സിലൂടെ ഒരുപാട് നോളജ് വിസ്റ്റം ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഒരുപാട് സപ്പോർട്ടീവ് ആയിരിക്കും നിങ്ങളുടെ ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന്. നിങ്ങൾ ഒരുപാട് ഗെയിൻ ചെയ്യും, നോളജ് ഗെയിൻ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2025. ബട്ട് ഒരു ഒറ്റ അലേർട്ട് എനിക്ക് പറയാനുള്ളൂ, ഈ കോഴ്സുകൾ ചെയ്യുമ്പോൾ, കാരണം ആഡ് ഓൺ സ്കിൽ ആഡ് ഓൺസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓൺലൈൻ മാത്രം കയറി ചെയ്യാം ആഡ് ചെയ്യാം എന്നുള്ളതിനേക്കാളുപരി ഓൺലൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്ന് നോക്കുക, ലൈക്ക് ഓൺലൈൻ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും വേസ് ഉണ്ടോ എന്നുള്ളത് അത് ചെയ്ത ആൾക്കാരത്തോ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരത്തോ ഒന്ന് സംസാരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഹാപ്പിനെസ്, കരിയർ വൈസ് വളരെ ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ചില ആൾക്കാർക്ക് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വർഷമായിരിക്കും ഈ പറഞ്ഞ പോലെ 2025. ട്രസ്റ്റ് ചെയ്യുക, ഇതിലെല്ലാം ഈ ഹാപ്പിനെസ്സും മറ്റേ ഗുഡ് ലക്കും ബ്ലെസ്സിങ്സും ഒക്കെ വരുന്നു. ഇതൊക്കെ വരുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇതൊന്നും എനിക്ക് വരാനൊന്നും പോകുന്നില്ല, കേൾക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് എന്താ പറയുക, ഒരു സ്റ്റക്ക് അവിടെ വരാം. പക്ഷെ അല്ല, ഇതിന് നമ്മൾ ഈ എനർജീനെ ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷേ നമ്മുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ എനർജീസിലെ പോസിറ്റീവ് എനർജീസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ലൈക്ക് ഈ എനർജി എനിക്ക് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നു, എൻ്റെ റിയാലിറ്റിയിൽ ഇത് വരുന്നു, എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ ഭയങ്കര ബ്രേക്ക് ത്രൂ വരുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കരിയർ ചേഞ്ചസും അല്ലെങ്കിൽ കരിയറിലെ സക്സസ്സും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ വരുന്നു എന്നുള്ളത്. വിസ്ഡം അഗെയിൻ. Have you ever been told that you are wise beyond your years? Now is the time to call upon your inner fairy wisdom to help you with a ചാലഞ്ചിങ് ടൈം. ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി, ചാലഞ്ച് ആണ് ചില ആൾക്കാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ബിലീവ് ഇൻ മാജിക്. ഞാൻ ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ പൈൽ 1 ഒരു കാർഡ് ഇട്ടുള്ളൂ, പക്ഷേ ബിലീവ് ഇൻ മാജിക്കും ട്രസ്റ്റിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ഞാൻ ഈ കാർഡും കൂടി എടുക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ എന്താണ് ഒരുപാട് നോളജ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ആഡ്വാൻസും ഡെഫിനറ്റ്ലി വരും. ആ ഒരു ക്ലാരിറ്റി, കാരണം മെൻ്റൽ ക്ലാരിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് 2025 ഉണ്ടാവും. ബിലീവ് ഇൻ മാജിക്കിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓൺ ദ ഹൊറൈസൺ ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല, പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ പറയില്ലേ, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരും എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈമാണ് പൈൽ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാണുന്നത്. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ളൊരു പൈൽ 2 സൂപ്പർ റീഡിങ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യമല്ല, നല്ല രീതിയിൽ കരിയർ വൈസ് നല്ല വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതിൻ്റെ ബ്ലെസ്സിങ്സും നല്ല പാർട്ടും എല്ലാം ക്ലെയിം ചെയ്യുക. ഓക്കെ, അതിൻ്റെ എനർജീസും എല്ലാം ക്ലെയിം ചെയ്യുക. പിന്നെ ബിസിനസ് വൈസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ലൈക്ക് ബിസിനസ് ചെയ്യണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവാം. ഓക്കെ, alright, thank you spirit, thank you very much. Alright, thank you so much pile 2 for connecting. Lots of love and light. ഇനി അടുത്ത റീഡിങ് ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. ഓക്കെ, നമുക്കിനി പൈൽ 3 റീഡിംഗ് ആണ്. പൈൽ 3 കമ്മ്യൂണിക്കേഷൻ്റെ ത്രോട്ട് ചക്ര.
ടീച്ചേഴ്സ്, ഹീലേഴ്സ് വരാം ഈ ഗ്രൂപ്പിനകത്ത്. അതുപോലെ തന്നെ ത്രോട്ട് ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ്, ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഗൈഡ് ചെയ്യുന്ന മെൻറ്റേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഈ പൈൽ ട്രീയിൽ ഞാൻ മേജറായിട്ട് കാണുന്നത്. ഓഫ് കോഴ്സ് ഇതിനകത്ത് ഹീലേഴ്സും ഉണ്ടാവാം. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി എനിക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ, നമ്മൾ എപ്പോഴും നമ്മുടെ എന്താണ് ഇൻറ്റ്യൂഷൻ, നമ്മൾ ഗട്ട് ഫീലിംഗ് ആയിട്ട് കണക്റ്റ് ആയിരിക്കുന്നതാണ് എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും കിട്ടുക. കാരണം നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മൈൻഡ്. അപ്പം ഇവിടെ എനിക്ക് സെക്കൻഡ് പൈലിലാണ് എനിക്ക് ആദ്യം എനർജി കിട്ടിയെങ്കിലും കൂടുതലായിട്ടും ഹീലേഴ്സിൻ്റെ എനർജി, ഓഫ് കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടാരോ റീഡിങ്ങും ഒറക്കിൾ റീഡിങ്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി കൂടുതൽ എനിക്ക് ഹെർമിറ്റ് ഗാർഡ് ഇവിടെയാണ് കിട്ടുന്നത്. 8 of Wands, the Lovers card, 2 coins, ബോട്ടം ഓഫ് ദ ഡെക്ക് 10 of Pentacles ആണ്. കരിയർ വൈസ് നമ്മൾ പറയില്ലേ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2025. 8 of Wandsൻ്റെ കാർഡുണ്ട്. കുറച്ച് ക്വിക്കായിരിക്കും ഈ വർഷം. കരിയറിൽ ഈ വരുന്ന ചേഞ്ചസ് ഒക്കെ ഭയങ്കര ക്വിക്കായിട്ടായിരിക്കും, പെട്ടെന്ന് ചേഞ്ച് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ കരിയർ വൈസ് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം. പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെർമിറ്റ് എനർജിയിലോട്ട് നിങ്ങൾ എന്താണ് 2025 പോകും. ഹെർമിറ്റ് എനർജി നമ്മുടെ ഇന്നർ വേൾഡിലോട്ട് പോയി എന്താണ് നമ്മുടെ ലൈഫിലെ ഈ സ്റ്റക്നെസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരാനുള്ള കാര്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്ത് കരിയറിൽ വേണ്ടുന്ന ചേഞ്ചസ് വരുത്തി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കരിയർ ചേഞ്ച് ആവുന്നു. കരിയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കരിയറിന് വേണ്ടുന്ന എനർജീസ്, നമ്മളിപ്പം പുതിയ ജോബാണെങ്കിലും ശരി, ഇല്ല ഓൾറെഡി ഉള്ള ജോബിലെ പ്രൊമോഷൻസ്, ഓക്കെ, ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ കൂടുതലും ഉണ്ടാകുന്നൊരു വർഷമായിരിക്കും. പിന്നെ ടാരോ റീഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരു അടുത്ത ലെവലിലേക്ക് റീഡിങ്സ് കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഹീലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറേ നാൾ ട്രൈ ചെയ്യുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് വരും. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള എനർജീസ് വന്ന് കൂടുതൽ റീഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ന്യൂനെസ് കൊണ്ടുവരും. നിങ്ങളുടെ എന്താണ് കരിയർ, ഇപ്പം ടാരോ റീഡേഴ്സ് തന്നെ ആണെങ്കിലും നിങ്ങൾ എന്ത് കരിയറാണോ ആ കരിയറിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കും ഒരു ന്യൂനെസ് കൊണ്ടുവരുന്ന ആ ന്യൂനെസ്സിൻ്റെ എനർജി ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, നൈവ് എനർജി അതിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഫർദർ അറിയേണ്ടത്. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, കൺഫ്യൂസ്ഡ് ആണ്, ലൈക്ക് അയ്യോ എടുക്കണോ വേണ്ടേ, അയ്യോ ഇതെടുത്താൽ എനിക്ക് പണിയാവോ, എനിക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ കൊളീഗ്സ് എങ്ങനെയായിരിക്കും, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താ ഓപ്പർച്യൂണിറ്റി ഈ വർഷം വരുന്നു അതിൽ നിങ്ങൾ ഇമോഷണലി ഹൈലി ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇമോഷണൽ ഹാപ്പിനെസ് നമുക്ക് നമ്മുടെ കൊളീഗ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോബാണെങ്കിൽ അതെല്ലാം ആണെങ്കിൽ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ബ്ലെസ്സിങ്സ് നമ്മളിൽ വന്ന് ചെയ്യും. അതുപോലത്തെ ഒരു വർഷമായിരിക്കും 2025 പൈൽ 3ക്ക് വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. Prosperity lies ahead. A fiery climax approach. Look at the bigger picture. Be bold and make the first move. It's time to take action. A time for healing. Of course, ഞാൻ ഹീലേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള വർഷമാണെങ്കിൽ അതിൻ്റെ ഒരു ഹീലിംഗ് ടൈം പീരീഡും കൂടെ ആയിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2025. ഡെഫിനറ്റ്ലി ഈ വർഷം നമുക്ക് 10 of Pentaclesൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കരിയർ വൈസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പ്രോസ്പെറിറ്റി ലൈസ് അഹെഡ്.
പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ചേഞ്ചസ് ആണ്, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ കരിയർ വൈസ് ഉണ്ടാവും. ഫുൾ മൂൺ എനർജീസ് ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഏരീസ് ഫുൾ മൂൺ, അതുപോലെ തന്നെ സാജിറ്റേറിയസ് ഫുൾ മൂൺ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമായിരിക്കും. ഒരുപാട് ചേഞ്ചസും, അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രശ്നം നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിൻ്റെയും ആ ഒരു സ്മോൾ പിക്ചറിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ബിഗ് പിക്ചർ തിങ്കിങ്ങിലൊക്കെ മാറും. പൈൽത്രിക്കുള്ള ഏറ്റവും വലിയ ഗൈഡൻസ് അതാണ്. കാരണം നമ്മൾ ആ ഒരു ചെറിയ രീതിയിലുള്ള തോട്ടും കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കാതെ അതിനെ കുറച്ചുകൂടി എന്താ പറയുക ഹൈറ്റൺ ചെയ്യുക. പിന്നെ ആരെങ്കിലും പുതിയ എന്താ ഒരു ബിസിനസ് ചെയ്യണം ആഗ്രഹമുണ്ട്, ബാക്ക് ആൻഡ് ഫോർത്ത് എനർജിയിലൊക്കെ ആയിരുന്നെങ്കിൽ 2 Pentacles ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി സം ഓഫ് യു ആഗ്രഹമുണ്ട്, ചെയ്യണം എന്നുണ്ട്. പക്ഷേ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഫസ്റ്റ് മൂവ്, നമ്മൾ എന്ത് ചെയ്യണം വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ ഇരുന്നിട്ട് വേറെ നമുക്ക് ആ ഒരു എനർജി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഒരു ഫസ്റ്റ് മൂവ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അത് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വെരി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് ഉണ്ട്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് 2025. ഒരുപാട് എന്താ പറയുക, ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. ന്യൂ ബിഗിനിങ്സും എൻഡിങ്സും രണ്ടും ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ചേഞ്ചസ്, ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരുന്നൊരു വർഷമായിരിക്കും ഈ പറഞ്ഞ 2025 കരിയർ റിലേറ്റഡ്. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്. Any further message? One more time. Thank you spirit. Thank you very very much. Embracing inner peace. ടെൻഷൻ പഠിക്കുന്ന കേട്ടോ, സമാധാനം ഉണ്ടാകുന്ന വർഷമായിരിക്കും. ട്രൂത്ത്, ഇത് രണ്ടും നമുക്ക് ഏതോ ഒരു പൈലിന് പർട്ടിക്കുലർലി കിട്ടിയതായിരുന്നല്ലേ. ത്രൈവിങ്, സോളിറ്റ്യൂഡ് നമ്മൾ ഹെർമിറ്റ് കാർഡ് ഇവിടെ ഉണ്ട്. പ്യൂരിഫിക്കേഷൻ, ഒരുപാട് ചേഞ്ചസിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ ഒരു വർഷമായിരിക്കും 2025. അപ്പോൾ വളരെ നല്ല വർഷമാണ്. മാത്രമല്ല ഒരുപാഡ് കാര്യങ്ങൾ റെവലേഷൻസ് ഉണ്ടാവും, നമ്മുടെ കരിയർ റിലേറ്റഡ് റെവലേഷൻസ് ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോകും. ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ഒരു ഹൈപ്പ് വരിക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു വർഷമായിരിക്കും 2025 പൈൽ-3ക്ക്. അത് മാത്രമല്ല സോളിറ്റ്യൂഡ്, നമ്മൾ ഒരു അനാലിസിസ് നമ്മളെല്ലാവരും ചെയ്യും നമ്മുടെ ലൈഫിൽ. ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു അനാലിസിസ്. പക്ഷേ ഈ കരിയർ വൈസ് 2025 നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു അനാലിസിസ് നടത്തും. കരിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ എന്നോട് മാറ്റം വരുത്താനുണ്ട്, എന്തായിരുന്നു എൻ്റെ കരിയറിൽ എത്രയും നാളത്തെ പ്രശ്നം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടൊരു ഐഡിയ എടുക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ പ്യൂരിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു വർഷമായിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സ്പിരിറ്റ്. താങ്ക് യു വെരി മച്ച്. One more time. All right. Life energy. The happy fairy of sunshine brings lots of life-giving energy. She reminds you to shine your light and to reveal anything in the shadow that needs to be healed. Healing energy നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. ഹീലിംഗ് അതായത് നമ്മളിപ്പം ഒരു ജോബ് സിറ്റുവേഷൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു ജോബ് സിറ്റുവേഷൻ ഉണ്ട്, അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് നഷ്ടപ്പെട്ടു. ഓക്കെ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു സിറ്റുവേഷൻ, നമുക്ക് ജോബ് നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി അടുത്ത് എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്ന് നമുക്കറിയില്ല. ഓക്കെ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു എനർജീനെ ഹീൽ ചെയ്യുക. ഓക്കെ, അതല്ലാണ്ട് അയ്യോ എനിക്ക് അടുത്തൊരു ജോലി ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും അയ്യോ ഇനി എൻ്റെ ജോബ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മാനിഫെസ്റ്റേഷൻ എനർജി ഉണ്ട്. നമ്മൾ പോലും അറിയാതെ അങ്ങനെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കും. ലൈക്ക് നമ്മൾ ജോലി നഷ്ടപ്പെടുമോ ചിന്തിച്ചിരിക്കുമ്പോൾ എന്ത് പറ്റും, ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റായി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു എനർജിയൊന്നും
കൊടുക്കാണ്ട് എന്തെങ്കിലും അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് സഡനായിട്ടുള്ള ചേഞ്ചസ് വന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ജോബിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചേഞ്ച് മാത്രമല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ലെറ്റർ വരും, നമ്മുടെ കയ്യിൽ കിട്ടും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ജോബിൽ നിന്ന് മാറണം എന്നൊക്കെ പറയുന്നൊന്നും വിചാരിക്കില്ല. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പാസ്റ്റിലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വർഷം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഓക്കെ. ഇതിനകത്ത് എനിക്ക് ഈ വർഷത്തെ എനർജി ഇല്ല, പാസ്റ്റിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അത് ഹീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ്, അതേ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓൾറൈറ്റ്, അപ്പോൾ പൈൽ 3 കരിയർ വൈസ് നല്ലൊരു വർഷമായിരിക്കും നിങ്ങൾക്കും. അത്യാവശ്യം ഭയങ്കര ടെൻഷനല്ല, ഈ പറഞ്ഞ പോലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിയർ വൈസ് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഗോ ത്രൂ ചെയ്ത് അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വന്ന് പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് പൈൽ 3 ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ മെസ്സേജസ് ആയിട്ട് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിംഗ്. All right, thank you very much. Lots of love and light. Take care. Bye.